Good morning. Working capital management എന്ന സബ്ജക്റ്റിലെ സെക്കൻഡ് മൊഡ്യൂളായ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസിംഗ് എന്ന ചാപ്റ്ററിലെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വർക്കിംഗ് ക്യാപിറ്റൽ പോളിസിനെ കുറിച്ചിട്ടായിരുന്നു. ആദ്യം പ്ലാൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് പോളിസി ഡിസ്കസ് ചെയ്തു. പോളിസിയിൽ മെയിനായിട്ടും രണ്ട് കോൺസെപ്റ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്: റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫും അതുപോലെ അപ്രോച്ചസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസിങ്ങും. അതിൽ നമ്മൾ ആദ്യത്തെ കോൺസെപ്റ്റായ റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് കുറച്ച് ഒരു പകുതി നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിലെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ കറണ്ട് അസറ്റ്സ് ആണ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ കമ്പനിയിൽ കൂടുതൽ കറണ്ട് അസറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്താൽ ആ കമ്പനിയുടെ ലിക്വിഡിറ്റി കൂടും. കാരണം നമുക്ക് ആവശ്യത്തിലധികം കറണ്ട് അസറ്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. അതേസമയം ആ കമ്പനിയുടെ റിസ്ക് എലമെന്റ് കൂടുതൽ അസറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് റിസ്ക് വളരെ കുറവാണ്. അപ്പൊ റിസ്ക് കുറഞ്ഞു, റിസ്ക് കുറഞ്ഞാൽ റിട്ടേണും കുറയും. അപ്പൊ എന്താണ്ടായത്, കൂടുതൽ കറണ്ട് അസറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് എന്തുകൂടി, ലിക്വിഡിറ്റി കൂടി. ലിക്വിഡിറ്റി കൂടിയത് കൊണ്ട് റിസ്ക് കുറഞ്ഞു, റിസ്ക് കുറഞ്ഞാൽ റിട്ടേണും കുറഞ്ഞു. ഇനി അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്തായിരുന്നു, നമ്മൾ കുറവ് കറണ്ട് അസറ്റ്സ് ആണ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് വെച്ചാല് ആ കമ്പനിയിലെ ലിക്വിഡിറ്റി കുറഞ്ഞു. അതായത് നമുക്ക് ആവശ്യത്തിനുള്ള കറണ്ട് അസറ്റ്സ് പോലും ഉണ്ടാവില്ല. ആ കമ്പനിയുടെ ലിക്വിഡിറ്റി കുറഞ്ഞു. അപ്പൊ നമ്മൾ റിസ്ക് എടുക്കുന്നുണ്ട്, റിസ്ക് കൂടി, റിട്ടേണും കൂടി. ഓക്കെ, അപ്പൊ ഇതാണ് രണ്ട് സൈഡ് വശം. കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്താൽ കറണ്ട് അസറ്റ് കൂടുതലായാൽ ലിക്വിഡിറ്റി കൂടും, പക്ഷെ റിസ്ക് കുറഞ്ഞു, റിട്ടേൺ കുറഞ്ഞു. കുറവാണ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് വെച്ചാൽ ലിക്വിഡിറ്റി കുറഞ്ഞു, റിസ്ക് കൂടി, റിട്ടേണും കൂടി. അപ്പൊ ഇതിങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഓരോ കമ്പനിക്കും സാധിക്കണം. അതിന് വിളിക്കുന്ന പേരാണ് റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ്. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് മെയിൻറ്റെയിൻ ചെയ്യണം, ഒപ്റ്റിമം കറണ്ട് അസറ്റ്സ് ലെവലാണ് നമ്മൾ, ഒപ്റ്റിമം ലെവൽ ഓഫ് കറണ്ട് അസറ്റ്സ് ആണ് നമ്മൾ എപ്പോഴും കമ്പനിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എന്താണ് ഒപ്റ്റിമം ലെവൽ ഓഫ് കറണ്ട് അസറ്റ്സ്? ഏത് ലെവലിലാണ് ഇതുപോലെ നമുക്ക് റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നത്, അതിനെ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിമം ലെവൽ ഓഫ് കറണ്ട് അസറ്റ്സ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഇതാണ് ഒരു റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫിന്റെ കറണ്ട് അസറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള തിയറി ആയിട്ട് പറയുന്നത്. ഓക്കെ, അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് വെച്ചാല് അതിന്റെ കറണ്ട് ലൈബിലിറ്റി എങ്ങനെയാണ് റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫിലേക്ക് വരുന്നത്. ഇന്നലെ പഠിച്ചത് കറണ്ട് അസറ്റ്സുകളിൽ എങ്ങനെയാണ് റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്നാണ്. ഇനി നമ്മൾ കറണ്ട് ലൈബിലിറ്റിയിൽ എങ്ങനെയാണ് റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. ദ ഫേംസ് യൂസ് ഓഫ് കറണ്ട് അസറ്റ്സ് വേഴ്സസ് ലോങ് ടേം ഡെപ്റ്റ് ഓൾസോ ഇൻവോൾവ്സ് റിട്ടേൺ ട്രേഡ് ഓഫ്. ദ ഫേംസ് യൂസ് ഓഫ് കറണ്ട് ലൈബിലിറ്റി വേഴ്സസ് ലോങ് ടേം ഡെപ്റ്റ്. അതായത് നമ്മൾ കറണ്ട് ലൈബിലിറ്റിയും അതുപോലെ ലോങ് ടേം ഡെപ്റ്റും, ഒന്നല്ലെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും, ഷോർട്ട് ടേം ഡെപ്റ്റ് ഉപയോഗിക്കും, അല്ലെങ്കിൽ ലോങ് ടേം ഡെപ്റ്റ് ഉപയോഗിക്കും. അവിടെയും എന്താ വരുന്നുണ്ട്, റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് വരുന്നുണ്ട്. അതാണ് കറണ്ട് ലൈബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഷോർട്ട് ടേം ഡെപ്റ്റ്, ലോങ് ടേം ഡെപ്റ്റ് എന്ന് വെച്ചാൽ ഫിക്സഡ് ലൈബിലിറ്റി, അതിലും ഒരു റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫിന്റെ ആവശ്യമുണ്ട്. When a firm depend on the short term debt in financing its current assets, greater the liquidity risk of illiquidity. ഒരു കമ്പനി അവരുടെ കറണ്ട് അസറ്റ്സ് ഫിനാൻസ് ചെയ്യാനായിട്ട്, അതായത് കറണ്ട് അസറ്റ്സിന്റെ എമൗണ്ടിന് വേണ്ടിയിട്ട് ഷോർട്ട് ടേം ഫണ്ടിലാണ് അവർ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ, ഷോർട്ട് ടേം ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ലെസ് ദാൻ 1 year മെച്യൂരിറ്റി ഉള്ള ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്നാണ് നമ്മൾ ഫണ്ട് മൊബിലൈസ് ചെയ്യണമെന്ന് വെച്ചാല് അവർക്ക് എന്താണ്, ഗ്രേറ്റർ ദ റിസ്ക് ഓഫ് ഇല്ലിക്വിഡിറ്റി. കാരണം എന്താണ്, നമ്മൾ കുറച്ച് നാളത്തേക്കാണ് നമ്മളത് കടം വാങ്ങുന്നത്, നമ്മൾ പെട്ടെന്ന് അത് തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മൾ നമ്മുടെ കറണ്ട് അസറ്റ്സ് വാങ്ങാനായിട്ട് നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ട് കാശില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, പുറത്തുനിന്ന് ഒരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങാണ്. ആ കടം വാങ്ങുന്നത് ഷോർട്ട് പീരീഡിലേക്കാണ്. ചിലപ്പോൾ 3 മാസത്തേക്കോ 6 മാസത്തേക്കോ ഒക്കെ ആയിരിക്കും നമ്മൾ ആ എമൗണ്ട് മേടിക്കുന്നുണ്ടാവുക. അപ്പൊ അത് ഷോർട്ട് ടൈം ആയതുകൊണ്ട് നമുക്ക് എന്ത് വേണം, അത്രയും പെട്ടെന്ന് അത് തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അവിടെ എന്താണ്, ഗ്രേറ്റർ ദ റിസ്ക് ഓഫ് ഇല്ലിക്വിഡിറ്റി. ലിക്വിഡിറ്റി വളരെ കുറവാണ്, കാരണം നമുക്ക് ഇമീഡിയറ്റ് റീപേയ്മെന്റ് ആവശ്യമുണ്ട്. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. When a firm depends on the short-term debt in financing its current asset, the greater the risk of illiquidity. Short-term debt ആണ് ഞാൻ യൂസ് ചെയ്യണമെന്ന് വെച്ചാല് അവിടെ റിസ്ക് ഓഫ് ഇല്ലിക്വിഡിറ്റി ഉണ്ട്. On the other hand, the use of current liability can be advantageous because it is less costly. നേരത്തെ പഠിച്ച നമ്മൾ അതിന്റെ നെഗറ്റീവ് സൈഡാണ്. നമ്മൾ കറണ്ട് അസറ്റ് വാങ്ങാനായിട്ട് ഷോർട്ട് ടേം ഡെപ്റ്റ് ആണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാല് അതിന്റെ നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്, അവിടെ ലിക്വിഡിറ്റി വളരെ കുറവാണ്. നമ്മൾ മേടിച്ചിട്ട് അധികം നാൾ ഹോൾഡ് ചെയ്താണ്ട് റീപേയ്മെന്റ് പെട്ടെന്ന് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അതതിന്റെ നെഗറ്റീവ് സൈഡ്.
അതിന്റെ പോസിറ്റീവ് സൈഡ് എന്താന്ന് വെച്ചാല് നമ്മൾ കറണ്ട് അസറ്റ് വാങ്ങാനായിട്ട് ഷോർട്ട് ടേം ഡെപ്റ്റ് ആണ് യൂസ് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. കാരണം ലോങ് ടേം ഡെപ്റ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഷോർട്ട് ടേം ഡെപ്റ്റിന്റെ കോസ്റ്റ് വളരെ കുറവാണ്. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ പോസിറ്റീവും പഠിച്ചു, നെഗറ്റീവും പഠിച്ചു. നമ്മൾ കറണ്ട് അസറ്റ് ഫിനാൻസ് ചെയ്യാനായിട്ട് കറണ്ട് ലയബിലിറ്റി അല്ലെങ്കിൽ ഷോർട്ട് ടേം ഡെപ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാല് അവിടെ എന്താണ് നെഗറ്റീവ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി വളരെ കുറവായിരിക്കും, പോസിറ്റീവ് എന്ന് പറയുന്നത് കോസ്റ്റ് വളരെ കുറവായിരിക്കും. ഓക്കെ, then അടുത്തത് when a firm depend on the long term debt in financing its current assets, greater the risk of liquidity. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, നമ്മൾ കറണ്ട് അസറ്റ്സ് വാങ്ങാനായിട്ട് ലോങ് ടേം ഡെപ്റ്റ് ആണ് നമ്മൾ വാങ്ങണമെന്ന് വെച്ചാല് അവിടെ ലിക്വിഡിറ്റി വളരെ കൂടുതലായിരിക്കും. കാരണം നമ്മൾ ലോൺ എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഷെയർസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ഫോർ എ ലോങ് പീരീഡിലേക്കാണ്. നമുക്ക് ഇമ്മീഡിയറ്റ് റീപേയ്മെന്റ് വരുന്നില്ല, കുറേശ്ശെ ആയിട്ട് ഒരു കൊല്ലത്തിൽ ഇപ്പൊ ലോണൊക്കെ ആണെങ്കിൽ ഇൻട്രസ്റ്റും ഇൻസ്റ്റാൾമെന്റും ഒക്കെ ആയിട്ട് കുറച്ച് എമൗണ്ട് കുറേശ്ശെ ആയിട്ട് തിരിച്ചടച്ചാൽ മതി. ലംസം പേയ്മെന്റ് ഒരു വർഷത്തിനുള്ളിൽ വരുന്നില്ല. അപ്പൊ നമ്മൾ കറണ്ട് അസറ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ലോങ് ടേം ഡെപ്റ്റ് ആണ് യൂസ് ചെയ്തതെന്ന് വെച്ചാല് അവിടെ എന്തുണ്ടാവും, അവിടെ ഹൈലി ലിക്വിഡ് ആണ്, നമുക്ക് ആവശ്യത്തിനുള്ള ഫണ്ട് അവിടെ ഉണ്ട്. അതാണ് ഒരു സൈഡ്. ഓൺ ദി അതർ ഹാൻഡ് ദ യൂസ് ഓഫ് ഫിക്സഡ് അസറ്റ് ക്യാൻ ബി ഡിസ്അഡ്വാൻറ്റേജസ് ബിക്കോസ് ഇറ്റ് ഈസ് കോസ്റ്റ്ലി. നമ്മൾ നേരത്തെ എന്താ പഠിച്ചത്, ഷോർട്ട് ടൈം ലെസ് കോസ്റ്റ് എന്ന് പറഞ്ഞു, ലോങ് ടൈം എന്താണ് വളരെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വളരെ കൂടുതലായിരിക്കും. ഷോർട്ട് ടേമിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലോങ് ടൈമിന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വളരെ കൂടുതലായിരിക്കും. അപ്പൊ ഇതാണ് അതിന്റെ പോസിറ്റീവും നെഗറ്റീവ് എന്ന് പറയുന്നത്. പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്താണ് അവിടെ എന്ത് വരും, നമുക്ക് ലിക്വിഡിറ്റി വളരെയധികം ഉണ്ടാവും, നമുക്ക് ആവശ്യത്തിനധികം ക്യാഷ് അവിടെ ഉണ്ടാവും. അതാണ് അതിന്റെ പോസിറ്റീവ് സൈഡ്. നെഗറ്റീവ് സൈഡ് എന്ന് പറയുകയാണെങ്കിൽ ലോങ് ടേം ഡെപ്റ്റിന് നമ്മൾ കൂടുതൽ കോസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അവിടെയും എന്ത് വേണം, ഒരു ട്രേഡ് ഓഫ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ലോങ് ടേം ഡെപ്റ്റോ ഷോർട്ട് ടേം ഡെപ്റ്റും യൂസ് ചെയ്താൽ അതിന് പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. ഷോർട്ട് ടേം ഡെപ്റ്റ് ആണെങ്കിൽ അതിന്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഇല്ലിക്വിഡിറ്റി ആണ്, പോസിറ്റീവ് എന്ന് പറയുന്നത് ലെസ് കോസ്റ്റ്ലി ആണ്. ലോങ് ടേം ഡെപ്റ്റ് ആണെങ്കിൽ അതിന്റെ പോസിറ്റീവ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ആണ്, നെഗറ്റീവ് എന്ന് പറയുന്നത് ഹൈ കോസ്റ്റ് ആണ്. ഇത് തമ്മിലും ഒരു ട്രേഡ് ഓഫ് വേണം. നമ്മളപ്പോ ഷോർട്ട് ടൈം ഫണ്ട് ഉപയോഗിക്കാം, വില കുറവാണ്, കോസ്റ്റ് വളരെ കുറവാണ്, ഷോർട്ട് ടൈം ഫണ്ട് ഉപയോഗിക്കാം എന്ന് വിചാരിക്കുകയാണെങ്കിൽ എന്തുണ്ടാവും, അവർക്ക് നമുക്ക് കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റി, പക്ഷേ ലിക്വിഡിറ്റി വളരെ കുറവായിരിക്കും. എന്നാൽ ലിക്വിഡിറ്റി കൂടുതലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലോങ് ടേം ഡെപ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്താലോ അവിടെ കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അവ തമ്മിൽ ഒരു ട്രേഡ് ഓഫ് എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇതാണ് കറണ്ട് ലയബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ്. ഇന്നലെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു, കറണ്ട് അസറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് ആണ്. ഇത് കറണ്ട് ലയബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് ആണ്. അപ്പൊ നമ്മളത് പഠിക്കുമ്പോൾ രണ്ടും പഠിക്കണം. ഇന്നലെ തന്നെ ഇത് രണ്ടും പഠിച്ചാൽ നിങ്ങൾക്ക് ആകെ കൺഫ്യൂസിങ് ആവും. അപ്പൊ ഇന്നലെ നമ്മൾ പഠിച്ചത് കറണ്ട് അസറ്റിൽ എങ്ങനെയാണ് നമ്മൾ റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കൂടുതൽ കറണ്ട് അസറ്റ് മെയിൻറ്റെയിൻ ചെയ്താൽ ലിക്വിഡിറ്റി കൂടി, റിസ്ക് കുറഞ്ഞു, പ്രോഫിറ്റബിലിറ്റി കുറഞ്ഞു. കുറവ് കറണ്ട് അസറ്റ് മെയിൻറ്റെയിൻ ചെയ്താൽ ലിക്വിഡിറ്റി കുറഞ്ഞു, റിസ്ക് കൂടി, പ്രോഫിറ്റബിലിറ്റി കൂടി. അവിടെ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. കറണ്ട് ലയബിലിറ്റി ആണെങ്കിൽ നമുക്ക് ഷോർട്ട് ടേമും ഉപയോഗിക്കാം, ലോങ് ടേമും ഉപയോഗിക്കാം. രണ്ടിനും നെഗറ്റീവ്സും ഉണ്ട്, പോസിറ്റീവ്സും ഉണ്ട്. അപ്പൊ അതും തമ്മിലും എന്ത് വേണം, ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യണം. ഓക്കെ, അപ്പൊ അതാണ് റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് റിലേറ്റഡ് ടു കറണ്ട് ലയബിലിറ്റി. നേരത്തെ നമുക്ക് നോക്കാനുള്ളത് റിസ്ക് റിട്ടേൺ സിൻഡ്രോം. അതൊരു ടേമാണ്. നമ്മൾ വേറെ അഡീഷണൽ ആയിട്ട് പ്രത്യേകിച്ചൊന്നും പഠിക്കാനില്ല, പക്ഷെ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ അത് എന്താ നിങ്ങൾ അറിഞ്ഞിരിക്കണം. റിസ്ക് റിട്ടേൺ സിൻഡ്രോം എന്താന്ന്, ഇഫ് ദ ലെവൽ ഓഫ് കറണ്ട് അസറ്റ് ഈസ് ഇൻക്രീസ് ദ ലിക്വിഡിറ്റി പൊസിഷൻ വിൽ ഓൾസോ ഇൻക്രീസ്. നമ്മൾ ഇന്നലെ പഠിച്ചതാണ്, കറണ്ട് അസറ്റ് കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്താൽ നമ്മുടെ കമ്പനി ഹൈലി ലിക്വിഡ് ആണ്, നമുക്ക് ആവശ്യത്തിനുള്ള ഫണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവും. പ്രോഫിറ്റ്സ് വിൽ ഡിക്രീസ് സൈമൾട്ടേനിയസ്ലി. പക്ഷെ എന്തുണ്ടാവും, നമ്മുടെ പ്രോഫിറ്റ് കുറയും. കാരണം എന്താണ്, നമ്മൾ കൂടുതലും ക്യാഷ് എവിടെ സ്റ്റോക്കിലൊക്കെ വെറുതെ ആവശ്യമില്ലാതെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് വേസ്റ്റ് ഓഫ് മണി ചെയ്യാണ്. അപ്പൊ നമ്മൾ അവിടെ വേസ്റ്റേജ് ഓഫ് മണി ഉണ്ട്, കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി കുറയും. In order to increase the profitability, the firm reduces the current asset. എന്നാ ശരി, അപ്പൊ നമ്മൾ കൂടുതൽ കറണ്ട് അസറ്റ് മെയിൻറ്റെയിൻ ചെയ്തത് കൊണ്ട് നമ്മുടെ പ്രോഫിറ്റബിലിറ്റി കുറഞ്ഞു. എന്നാൽ നമുക്ക് പ്രോഫിറ്റ് കൂട്ടാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, കറണ്ട് അസറ്റ് ഒന്ന് കുറച്ചു നോക്കാമെന്ന് വിചാരിച്ചു. Consequently, the profitability will increases. നമുക്ക് എന്ത് കൂടും, പ്രോഫിറ്റബിലിറ്റി കൂടും. കാരണം നമ്മൾ ആവശ്യമില്ലാണ്ട് കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും നടത്തിയിട്ടില്ല, ആവശ്യത്തിലുള്ള എമൗണ്ട് മാത്രമേ നമ്മൾ കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോഫിറ്റബിലിറ്റി കൂടി, ബട്ട് ദ ലിക്വിഡിറ്റി വിൽ ഡിക്രീസസ്. അപ്പൊ നമ്മൾ കറണ്ട് അസറ്റിൽ കുറവ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത് കൊണ്ട് നമുക്ക് എന്ത് കുറഞ്ഞു, ലിക്വിഡിറ്റി കുറഞ്ഞു. The firm is exposed to greater risk of insolvency.
ഇതിനെ വിളിക്കുന്ന പേരാണ് റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ്. അങ്ങോട്ടും മാറ്റാനും പറ്റില്ല, ഇങ്ങോട്ടും മാറ്റാനും പറ്റില്ല. ഓക്കെ, എന്താണ് കറണ്ട് അസറ്റ് കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് അതിന്റെ പോസിറ്റീവ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി കൂടി, നെഗറ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റബിലിറ്റി കുറഞ്ഞു. എന്നാൽ പ്രോഫിറ്റബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കറണ്ട് അസറ്റ് കുറച്ചു എന്ന് വെച്ചാല് നമ്മൾ എന്ത് കൂടി, പ്രോഫിറ്റബിലിറ്റി കൂടി, പക്ഷെ നമുക്ക് ലിക്വിഡിറ്റി കുറഞ്ഞു, കമ്പനിക്ക് ഇൻസോൾവൻസി ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. ഈ ഒരു കോൺസെപ്റ്റിനെ വിളിക്കുന്ന പേരാണ് റിസ്ക് റിട്ടേൺ സിൻഡ്രോം. റിസ്ക് റിട്ടേൺ സിൻഡ്രോം ആണ്. ഓക്കെ, കറണ്ട് അസറ്റ് കൂട്ടിയാലും കുഴപ്പം, കറണ്ട് അസറ്റ് കുറച്ചാലും കുഴപ്പം. ആ ഒരു കോൺസെപ്റ്റിനെ വിളിക്കുന്ന പേരാണ് റിസ്ക് റിട്ടേൺ സിൻഡ്രോം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയ്ക്കാണ് നമ്മൾ ഇന്നലെയും ഇന്നുമായിട്ട് പഠിച്ചത്. റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫിൽ നമ്മൾ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്നുള്ളത്. റിസ്ക് കൂടിയാലും കുഴപ്പമാണ്, റിസ്ക് കുറഞ്ഞാലും കുഴപ്പമാണ്. എപ്പോഴും നമ്മൾ എന്തിനു ട്രൈ ചെയ്യണം, ഒരു ബാലൻസ്, ഒരു ട്രേഡ് ഓഫ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും ട്രൈ ചെയ്യണം. ഓക്കെ, ഇനി അത് റിസ്ക് റിട്ടേൺ സിൻഡ്രോം അല്ലെങ്കിൽ റിസ്ക് കൂടുമ്പോൾ എങ്ങനെയാണ് ലിക്വിഡിറ്റി, കറണ്ട് അസറ്റ് കൂടുമ്പോൾ എങ്ങനെയാണ് ലിക്വിഡിറ്റി കൂടുന്നതും പ്രോഫിറ്റബിലിറ്റി കുറയുന്നതും എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രോബ്ലം ആയിട്ട് നോക്കേണ്ടതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ടോട്ടൽ അസറ്റ്സ് 12 lakh, കറണ്ട് അസറ്റ്സ് 2 lakh, റിട്ടേൺ ഓൺ കറണ്ട് അസറ്റ് 2%, ഫിക്സഡ് അസറ്റ് 10 lakh, റിട്ടേൺ ഓൺ ഫിക്സഡ് അസറ്റ് 12 lakh, current liability 1 lakh. Find out the effect of liquidity and profitability of the firm if the current asset is increased by 25% and decreased by 25%. കുറച്ച് ഡീറ്റെയിൽസ് തന്നിരിക്കുന്നു. ആ കമ്പനിയുടെ ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് 12 lakh ആണ്. കറണ്ട് അസറ്റ് 2 lakh ഉണ്ട്. അപ്പൊ ഫിക്സഡ് അസറ്റ് എത്രയായിരിക്കും? മൊത്തം 12 ലക്ഷം ഉണ്ട്. അതിൽ 2 ലക്ഷം കറണ്ട് അസറ്റ് ആണെങ്കിൽ ബാക്കിയുള്ള 10 ലക്ഷം ആയിരിക്കും എന്തായിട്ട് വരിക, ഫിക്സഡ് അസറ്റ് ആയിട്ട് വരിക. ഇനി കറണ്ട് അസറ്റിന്റെ മുകളിൽ നമ്മൾ ഏൺ ചെയ്യുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 2%, ഫിക്സഡ് അസറ്റിന്റെ മുകളിൽ വരുന്നത് 12%. കറണ്ട് ലയബിലിറ്റി 1 lakh ആണ്. Find out the effect of liquidity and profitability of the firm if the current asset is increased by 25% and decreased by 25%. ഇപ്പോഴത്തെ കറണ്ട് അസറ്റ് 2 lakh ആണ്. അത് വെച്ചിട്ടുള്ള പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, കറണ്ട് അസറ്റ് 25% കൂടിയാൽ എന്തായിരിക്കും? അടുത്തത് എന്താണ്, കറണ്ട് അസറ്റ് 25% കുറഞ്ഞാൽ എന്തായിരിക്കും? ഇത് മൂന്നും നമ്മളോട് ഡിസ്കസ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതുപോലെ ഒരു ടേബിൾ വരയ്ക്കുക. പെർട്ടിക്കുലേഴ്സ്, കറണ്ട് സി എ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സി എ എഴുതാ. സി എ ഇൻക്രീസ്ഡ് ബൈ 25%, സി എ ഡിക്രീസ്ഡ് ബൈ 25%. അങ്ങനെ 3 കോളംസ് പ്രൊവൈഡ് ചെയ്യാം. അതിനാദ്യം എന്ത് എഴുതാ, കറണ്ട് അസറ്റ്സ് എഴുതാ. ഇപ്പോഴത്തെ കറണ്ട് അസറ്റ്സ് എത്രയാണ്? 2 lakhs. ക്വസ്റ്റിൽ തന്നിരിക്കുന്ന കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് 2 lakhs ആണ്. അപ്പൊ പ്രസന്റ് സി എൽ എത്ര എഴുതാ? 2 lakhs എഴുതി. ദെൻ അടുത്ത എന്താണ്, ഇൻക്രീസ്ഡ് ബൈ 25%. ഇപ്പോഴത്തെ 2 lakhs 25% കൂടി കൂടിയാൽ എന്തായിരിക്കും? അതായത് 2 lakhsന്റെ 25% കണ്ടുപിടിച്ചിട്ട് അതിനോട് കൂടി ആഡ് ചെയ്യുക. അപ്പൊ 2 lakhsന്റെ 25% എന്ന് പറയുന്നത് 50,000 ആണ്. പ്ലസ് 2 lakhs ആവുമ്പോൾ എത്ര നമുക്ക് കിട്ടി? 2,50,000 കിട്ടി. അപ്പൊ കറണ്ട് അസറ്റ് 25% കൂടിയാൽ ഇപ്പോഴത്തെ 2 lakhs എന്നുള്ളത് എത്രയായിട്ട് മാറി? 2,50,000 ആയിട്ട് മാറി. ദെൻ അടുത്ത എന്താണ്, ഡിക്രീസ്ഡ് ബൈ 25%. ഇപ്പോഴത്തെ 2 lakhsൽ നിന്ന് അതിന്റെ 25% കുറഞ്ഞാൽ 2 lakhsന്റെ 25% എത്രയാണ്? 50,000 ആണ്. അത് 2 lakhsൽ നിന്ന് കുറഞ്ഞാൽ എത്ര കിട്ടും? 1,50,000 കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് 3 ലെവൽ ഓഫ് കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. 2 lakhs ഉണ്ട്, 25% കൂടിയാൽ 2,50,000, 25% കുറഞ്ഞാൽ 1,50,000. ഓക്കെ, ദെൻ റിട്ടേൺ ഓൺ കറണ്ട് അസറ്റ് എത്രയാണ്? ക്വസ്റ്റ്യനിൽ പെർസെന്റേജ് തന്നിട്ടുണ്ട്. റിട്ടേൺ ഓൺ കറണ്ട് അസറ്റ് എത്രയാണ്? 2% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് കണ്ടുപിടിക്കണം? ഈ കോളത്തിൽ 2 lakhsന്റെ 2% കണ്ടുപിടിക്കുക. എത്ര കിട്ടും? 4,000 കിട്ടും. ഇതിലെ കറണ്ട് അസറ്റ് എത്രയാണ്? 2,50,000 ആണ്. അതിന്റെ 2% കണ്ടുപിടിക്കുക. അപ്പൊ എത്ര കിട്ടും? 5,000 കിട്ടും. ഇതിലെ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത് 1,50,000 ആണ്. അതിന്റെ 2% എന്ന് പറയുന്നത് 3,000 ആണ്. അപ്പൊ എത്ര 3% ആണ് അവിടുത്തെ റിട്ടേൺ ഓൺ കറണ്ട് അസറ്റ് കിട്ടുക. ഓക്കെ, അപ്പൊ കറണ്ട് അസറ്റും കണ്ടുപിടിച്ചു, അതിന്റെ റിട്ടേണും കണ്ടുപിടിച്ചു. ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് 2% ആണ്. അപ്പൊ അതാത് കോളത്തിന്റെ കറണ്ട് അസറ്റിന്റെ മുകളിലെ 2% കാണുക. 2 lakhsന്റെ 2% 4,000 കിട്ടും. 2,50,000ന്റെ 2% 5,000 കിട്ടും. 1,50,000ന്റെ 2% 3,000 കിട്ടും. ദെൻ അടുത്ത് നമുക്ക് എന്താ നോക്കാം? ഫിക്സഡ് അസറ്റ് നോക്കാം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായത് എത്രയാണ്? ഫിക്സഡ് അസറ്റ് എത്രയാണ്? 10 lakh ആണ്. അപ്പൊ 2 lakh ആയിരുന്നപ്പോഴത്തെ ഫിക്സഡ് അസറ്റ് ആണ് 10 lakh. അപ്പൊ 2 lakh എഴുതിയ കോളത്തിൽ ഫിക്സഡ് അസറ്റ് എത്ര എഴുതി? 10 lakhs എഴുതി. അത് അടുത്ത കോളത്തിൽ എത്രയാണ്?
2,50,000 ആണ് നമ്മുടെ കറണ്ട് അസറ്റ് വന്നിരിക്കുന്നത്. ഈ കമ്പനിയുടെ ടോട്ടൽ അസറ്റ് എത്രയാണ്? 12 lakh ആണ്. ആ 12 lakhലെ കറണ്ട് അസറ്റ് 2 lakh ആയപ്പോ ഫിക്സഡ് അസറ്റ് 10 lakh ആയി. ഇനിയിപ്പോ കറണ്ട് അസറ്റ് എത്രയായിട്ട് മാറി? 2,50,000 ആയിട്ട് മാറിയപ്പോ അവിടുത്തെ കറണ്ട് ഫിക്സഡ് അസറ്റ് എത്രയായിരിക്കും? മൊത്തം ടോട്ടൽ അസറ്റ് മാറാനായിട്ട് പാടില്ല. നമ്മൾ എന്ത് മാറ്റിയിട്ടുള്ളോ? കറണ്ട് അസറ്റ് മാറ്റിയിട്ടുള്ളോ. കറണ്ട് അസറ്റ് 2 lakh എന്നുള്ളത് 2,50,000 ആയിട്ട് കൂടി. അപ്പൊ അത് ഏതിന്ന് കുറഞ്ഞിട്ടുണ്ടാവും? ഈ ഫിക്സഡ് അസറ്റിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ടാവും. ഒരിക്കലും ടോട്ടൽ അസറ്റ് ആയ 12 lakh ക്രോസ് ചെയ്ത് പോവാനായിട്ട് പാടില്ല. അതായത് നിങ്ങൾ ഇപ്പൊ ഇവിടെ കറണ്ട് അസറ്റ് 2,50,000 എന്ന് എഴുതി ഫിക്സഡ് അസറ്റ് 10 lakh തന്നെ എഴുതിയാൽ ടോട്ടൽ അസറ്റ് എത്രയായി? 10 lakhും 2,50,000 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 12,50,000 കിട്ടും. അതങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ ഇവിടെ കറണ്ട് അസറ്റിൽ കൂടിയാൽ അത് എവിടെ നിന്ന് കുറയ്ക്കണം? ഫിക്സഡ് അസറ്റിൽ നിന്ന് കുറയ്ക്കണം. അപ്പൊ നമ്മൾ കറണ്ട് അസറ്റ് 25% വെച്ചിട്ട് കൂട്ടി. അപ്പൊ നമ്മുടെ 2 lakh എന്നുള്ളത് കറണ്ട് അസറ്റ് എത്രയായിട്ട് മാറി? 2,50,000 ആയിട്ട് മാറി. അപ്പൊ നമ്മുടെ ടോട്ടൽ അസറ്റ് എത്രയായിരിക്കും? 12 lakhൽ നിന്ന് ആ കോളത്തിലത്തെ കറണ്ട് അസറ്റ് ആയ 2,50,000 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 9,50,000 കിട്ടും. അതാണ് അവിടുത്തെ ഫിക്സഡ് അസറ്റ് ആയിട്ട് വരിക. അതുപോലെ ഇവിടെ എന്താ ഉണ്ടായേ? 1,50,000 ആണ് നമ്മുടെ കറണ്ട് അസറ്റ്. അപ്പൊ നമ്മുടെ ഫിക്സഡ് അസറ്റ് എത്രയായിരിക്കും? 12 lakhൽ നിന്ന് 1,50,000 കുറച്ചാൽ ബാക്കി എത്ര കിട്ടും നമുക്ക്? 10,50,000 കിട്ടും. അതാണ് ഈ കോളത്തിലത്തെ ഫിക്സഡ് അസറ്റ് ആയിട്ട് വരിക. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഫിക്സഡ് അസറ്റ് 10 lakh എന്ന് പറഞ്ഞിട്ട് എല്ലാ കോളത്തിലും 10 lakh തന്നെ വരില്ല. കറണ്ട് അസറ്റും ഫിക്സഡ് അസറ്റും ഒക്കെ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ ടോട്ടൽ അസറ്റ് ഇത് ക്രോസ് ചെയ്യാനായിട്ട് പാടില്ല. 12 lakh ക്രോസ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ ഇവിടെ 2 lakh ആയിരുന്നു, ഇത് 10 lakh ആയി. അപ്പൊ 12 lakh അത് ക്രോസ് ചെയ്തില്ല. ഇവിടെ 2,50,000 ആയിട്ട് കറണ്ട് അസറ്റ് മാറിയപ്പോ നമ്മുടെ ഫിക്സഡ് അസറ്റ് 9,50,000 ആയിട്ട് കുറഞ്ഞു. ഇവിടെ കറണ്ട് അസറ്റ് 1,50,000 ആയപ്പോ നമ്മുടെ ഫിക്സഡ് അസറ്റ് 10,50,000 ആയിട്ട് കൂടി. ഓക്കെ, അപ്പൊ അതാണ് ഫിക്സഡ് അസറ്റ് 3 കോളത്തിലും കണ്ടുപിടിച്ചു. ഇനി എന്ത് കണ്ടുപിടിക്കുക? റിട്ടേൺ ഓൺ ഫിക്സഡ് അസറ്റ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് റിട്ടേൺ ഓൺ ഫിക്സഡ് അസറ്റിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത് 12% ആണ്. അതായത് ഫിക്സഡ് അസറ്റ് ആയ 10 lakhന്റെ 12% കണ്ടുപിടിക്കുക. എത്ര കിട്ടും? 1,20,000 കിട്ടി. ഇവിടുത്തെ 9,50,000ന്റെ 12% കണ്ടുപിടിക്കുക. അപ്പൊ എത്ര കിട്ടും? 1,14,000 കിട്ടി. ഇവിടുത്തെ 10,50,000ന്റെ 12% കണ്ടുപിടിക്കുക. അപ്പൊ എത്ര കിട്ടും? 1,26,000 കിട്ടി. അപ്പൊ 3 കോളത്തിന്റെയും ഫിക്സഡ് അസറ്റ് കണ്ടുപിടിച്ചു, അതിന്റെ റിട്ടേണും കണ്ടുപിടിച്ചു. അപ്പൊ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? കറണ്ട് അസറ്റിന്റെ റിട്ടേണും കണ്ടുപിടിച്ചു. ഇപ്പൊ നമ്മൾ ഫിക്സഡ് അസറ്റിന്റെ റിട്ടേണും കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യാം? നമ്മൾ ടോട്ടൽ റിട്ടേൺ കണ്ടുപിടിക്കുക. അതായത് കറണ്ട് അസറ്റിന്റെ റിട്ടേണും ഫിക്സഡ് അസറ്റിന്റെ റിട്ടേണും നമ്മൾ കൂട്ടുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 1,24,000, 1,19,000, 1,29,000 അങ്ങനെ കിട്ടും. ഓക്കെ, അപ്പൊ ആദ്യം എന്താ നമ്മൾ കണ്ടുപിടിച്ചു? കറണ്ട് അസറ്റ് കണ്ടുപിടിക്കുക, അതിന്റെ റിട്ടേൺ കണ്ടുപിടിക്കുക. ഫിക്സഡ് അസറ്റ് കണ്ടുപിടിക്കുക, അതിന്റെ റിട്ടേൺ കണ്ടുപിടിക്കുക. 2 റിട്ടേണുകളും തമ്മിൽ ആഡ് ചെയ്യുക. ഇനി നോക്കുക, ആദ്യത്തെ കോളത്തിലത്തെ ടോട്ടൽ റിട്ടേൺ എത്രയാണ്? 1,24,000 ആണ്. അതെന്തായിട്ട് മാറി? 1,19,000 ആയിട്ട് കുറഞ്ഞു. അതിന്റെ കാരണം എന്താണ്? നമ്മുടെ കറണ്ട് അസറ്റ് കൂട്ടുക ചെയ്തത്. നമ്മൾ 2 lakhൽ നിന്ന് 2,50,000 ആയിട്ട് കൂട്ടി. അതുകൊണ്ട് എന്തുണ്ടായി? നമ്മുടെ പ്രോഫിറ്റബിലിറ്റി കുറഞ്ഞു. കറണ്ട് അസറ്റ് കൂട്ടിയാൽ ലിക്വിഡിറ്റി കൂടും, പ്രോഫിറ്റബിലിറ്റി കുറയും. നമ്മൾ ഇന്നലെ അതാണ് പഠിച്ചത്. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. നമുക്ക് 2 lakhs ആണ് നമ്മൾ കറണ്ട് അസറ്റ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് റിട്ടേൺ 1,24,000 കിട്ടിയിരുന്നു. പക്ഷെ ഇത് 2,50,000 ആക്കി കറണ്ട് അസറ്റ് കൂട്ടിയപ്പോ നമ്മുടെ പ്രോഫിറ്റ് കുറഞ്ഞു. ഇനി 2 lakh 1,50,000 ആയിട്ട് കുറച്ചപ്പോ എന്തുണ്ടായി? 1,24,000 എന്നുള്ളത് 1,29,000 ആയിട്ട് കൂടി. കാരണം നമ്മൾ എന്താ ചെയ്തത്? കറണ്ട് അസറ്റ് കുറയ്ക്കാനുണ്ടായത്. കറണ്ട് അസറ്റ് കുറച്ചപ്പോ ലിക്വിഡിറ്റി കുറഞ്ഞു, റിസ്ക് കൂടി. അപ്പൊ എന്ത് കൂടും? പ്രോഫിറ്റബിലിറ്റി കൂടും. അതുകൊണ്ടാണ് 2 lakhs എന്നുള്ളത് 1,50,000 ആയിട്ട് കുറച്ചപ്പോ നമ്മുടെ പ്രോഫിറ്റ് 1,24,000 എന്നുള്ളത് 1,29,000 ആയിട്ട് കൂടി. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. കറണ്ട് അസറ്റ് കൂടിയാൽ പ്രോഫിറ്റബിലിറ്റി കുറയും, കറണ്ട് അസറ്റ് കുറഞ്ഞാൽ പ്രോഫിറ്റബിലിറ്റി കൂടും. ഇവിടെ കറണ്ട് അസറ്റ് കൂട്ടി, അപ്പൊ പ്രോഫിറ്റബിലിറ്റി കുറഞ്ഞു. ഇവിടെ കറണ്ട് അസറ്റ് കുറച്ചു, അപ്പൊ പ്രോഫിറ്റബിലിറ്റി കൂട്ടി. ഓക്കെ, കൂടി. ഇതിനെ വിളിക്കുന്ന പേരാണ് റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ്. ക്ലിയർ ആയില്ലേ? ഇമ്പോർട്ടന്റ് ആണ്, വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു കോസ്റ്റ് ട്രേഡ് ഓഫ് ഉണ്ട്. ഇതുപോലെ തന്നെ ഏതാണ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഇത്, കോസ്റ്റ് ട്രേഡ് ഓഫ്. Another way of analyzing risk return trade-off is in terms of having a particular level of current asset in relation to total asset. അതിന്റെ
ടോട്ടൽ അസറ്റിന് വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് ഒരു നമുക്ക് വേണമെങ്കിൽ റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് നമുക്ക് അനലൈസ് ചെയ്യാം. There are two components maintaining a particular level of current asset. നമ്മുടെ കമ്പനിയിൽ എന്തോരം കറണ്ട് അസറ്റ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് തീരുമാനിക്കാനായിട്ട് നമുക്ക് രണ്ട് കമ്പോണൻസ് നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുക. അതായത് നമുക്കിപ്പോൾ അറിയില്ല, എപ്പോഴും പറയേണ്ട ഒപ്റ്റിമം ലെവൽ എന്ന് പറയുന്നുണ്ട്. ആ ഒപ്റ്റിമം ലെവൽ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് മെയിൻ ആയിട്ടും രണ്ട് കമ്പോണൻസ് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ കൺസിഡർ ചെയ്യാം. അതാണ് ഒന്നെന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ലിക്വിഡിറ്റി, രണ്ടാമത്തത് കോസ്റ്റ് ഓഫ് ഇല്ലിക്വിഡിറ്റി. ആയിട്ട് നോക്കാം. കോസ്റ്റ് ഓഫ് ലിക്വിഡിറ്റി, ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് ക്യാരിയിങ് കറണ്ട് അസറ്റ്സ് മോർ ദാൻ ദി നോർമൽ റിക്വയർമെന്റ്. കോസ്റ്റ് ഓഫ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വിഡിറ്റി ഉണ്ട്, അതായത് നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ കറണ്ട് അസറ്റ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന കോസ്റ്റിനെ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് ഓഫ് ലിക്വിഡിറ്റി. ഇഫ് ദ ഫേം ക്യാരീസ് ടു മച്ച് ലിക്വിഡിറ്റി ദ ഫേംസ് റേറ്റ് ഓഫ് റിട്ടേൺ വിൽ സഫർ. അങ്ങനെ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ കറണ്ട് അസറ്റ് മെയിൻറ്റെയിൻ ചെയ്താൽ നമ്മൾ എന്താ പഠിച്ചത്? ലിക്വിഡിറ്റി കൂടും, പ്രോഫിറ്റബിലിറ്റി കുറയും. അതാണ് the firm's rate of return will suffer. That means when the level of current asset is increased, cost of liquidity also increases. നമ്മൾ കൂടുതൽ കറണ്ട് അസറ്റ് മെയിൻറ്റെയിൻ ചെയ്തത് കൊണ്ട് നമുക്ക് എന്തുണ്ടായി? ലിക്വിഡിറ്റി കോസ്റ്റ് കൂടി. കാരണം ആ ഹൈലി ലിക്വിഡ് കോസ്റ്റ്, ഈ കറണ്ട് അസറ്റ്സ് ഒക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരാവശ്യകത വന്നു. അപ്പൊ കൂടുതൽ കറണ്ട് അസറ്റ്, ഇതാണ് റിലേഷൻഷിപ്പ് ഇട്ട, കൂടുതൽ കറണ്ട് അസറ്റ് മെയിൻറ്റെയിൻ ചെയ്താൽ കോസ്റ്റ് ഓഫ് ലിക്വിഡിറ്റി കൂടും. ഓക്കെ, അപ്പൊ അതാണ് ഒന്നാമത്തെ കമ്പോണന്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ലിക്വിഡിറ്റി. ആവശ്യത്തിൽ കൂടുതൽ കറണ്ട് അസറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന കോസ്റ്റിനെ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് ഓഫ് ലിക്വിഡിറ്റി. അപ്പൊ നമ്മുടെ പ്രോഫിറ്റബിലിറ്റി കുറയും. എന്ത് റിലേഷൻഷിപ്പ് ആണുള്ളത്? കറണ്ട് അസറ്റ് കൂടിയാൽ കോസ്റ്റ് ഓഫ് ലിക്വിഡിറ്റി കൂടും. പോസിറ്റീവ് റിലേഷൻഷിപ്പ് പ്രത്യേകം പഠിക്കാട്ടോ. കോസ്റ്റ് ഓഫ് ലിക്വിഡിറ്റിയും കറണ്ട് അസറ്റും തമ്മിലെ പോസിറ്റീവ് റിലേഷൻഷിപ്പ്. രണ്ടാമത്തെന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇല്ലിക്വിഡിറ്റി, അതായത് നമുക്ക് ആവശ്യത്തിനുള്ള കറണ്ട് അസറ്റ് മെയിൻറ്റെയിൻ ചെയ്യണില്ല. ദിസ് ഈസ് ദ കോസ്റ്റ് ഓഫ് ഹാവിംഗ് ടു ലിറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ കറണ്ട് അസറ്റ്. നമ്മൾ ആവശ്യത്തിലുള്ള കറണ്ട് അസറ്റ്സ് പോലും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഇൻ ദിസ് വേ ഇറ്റ് മെ നോട്ട് ബി ഏബിൾ ടു ഡിസ്ചാർജ് ഇറ്റ്സ് ബിൽ ഓൺ ഡ്യൂ ഡേറ്റ്സ്. The firm has to pay high rate of interest rate to procure the emergency fund. അപ്പൊ നമ്മൾ ആവശ്യത്തിലുള്ള കറണ്ട് അസറ്റ് പോലും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അങ്ങനത്തെ അവസ്ഥയിൽ നമുക്ക് എന്തുണ്ടാവും? ആ കമ്പനിക്ക് അവരുടെ ബില്ലുകളൊന്നും ഓൺ ടൈമിൽ മീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും എമർജൻസി വന്നാൽ ആ കമ്പനിക്ക് നല്ല പലിശ കൊടുത്തിട്ട് എന്തെങ്കിലും ലോൺ എടുക്കേണ്ട ആവശ്യകത അവിടെ വരും. ഓക്കെ, അതാണ് പറയുന്നത്. ഇറ്റ് മെ നോട്ട് ബി ഏബിൾ ടു ഡിസ്ചാർജ് ദിസ് ബിൽ ഓൺ ഡ്യൂ ഡേറ്റ്. ദ ഫേം ഹാസ് ടു പേ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ടു പ്രൊക്യൂർ എമർജൻസി ഫണ്ട്. ഇഫ് ദ ഫേംസ് ഇൻവെന്ററി ലെവൽ ഈസ് ടു ലോ ദ സെയിൽസ് മേ ഓൾസോ ലോ. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? സെയിൽസും നഷ്ടമാകും. അതിനെ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് ഓഫ് ഇല്ലിക്വിഡിറ്റി. നേരത്തെ നമ്മൾ കറണ്ട് അസറ്റും കോസ്റ്റ് ഓഫ് ലിക്വിഡിറ്റിയും നമ്മൾ എന്ത് റിലേഷൻഷിപ്പാണ് പഠിച്ചത്? പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണ്. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ എന്ന് പറയുന്നത്. കറണ്ട് അസറ്റ് കുറഞ്ഞാലാണ് നമുക്ക് എന്ത് വരുള്ള? കോസ്റ്റ് ഓഫ് ഇല്ലിക്വിഡിറ്റി വരുള്ള. കോസ്റ്റ് ഓഫ് ഇല്ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആവശ്യത്തിലുള്ള കറണ്ട് അസറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അപ്പൊ കറണ്ട് അസറ്റ് കൂടിയാൽ കോസ്റ്റ് ഓഫ് ഇല്ലിക്വിഡിറ്റി കുറയും. കറണ്ട് അസറ്റ് കുറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഇല്ലിക്വിഡിറ്റി കൂടും. ഓക്കെ, ഈ രണ്ട് കോമ്പോണൻസും വെച്ചിട്ടാണ് നമുക്ക് കോസ്റ്റ് ട്രേഡ് ഓഫ് പഠിക്കാൻ പറ്റുക. കോസ്റ്റ് ഓഫ് ലിക്വിഡിറ്റി, കോസ്റ്റ് ഓഫ് ഇല്ലിക്വിഡിറ്റി. കോസ്റ്റ് ഓഫ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ആവശ്യത്തിൽ കൂടുതൽ കറണ്ട് അസറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. കോസ്റ്റ് ഓഫ് ഇല്ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ആവശ്യത്തിനുള്ള കറണ്ട് അസറ്റ് പോലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാത്ത അവസ്ഥ. കോസ്റ്റ് ഓഫ് ലിക്വിഡിറ്റിയും കറണ്ട് അസറ്റും തമ്മിൽ പോസിറ്റീവ് റിലേഷൻഷിപ്പ്. കറണ്ട് അസറ്റ് കൂടിയാൽ കോസ്റ്റ് ഓഫ് ലിക്വിഡിറ്റി കൂടും. കറണ്ട് അസറ്റ് കുറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ലിക്വിഡിറ്റി കുറയും. കോസ്റ്റ് ഓഫ് ഇല്ലിക്വിഡിറ്റിയും കറണ്ട് അസറ്റും തമ്മിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണ്. കറണ്ട് അസറ്റ് കൂടിയാൽ കോസ്റ്റ് ഓഫ് ഇല്ലിക്വിഡിറ്റി കുറയും. കറണ്ട് അസറ്റ് കുറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഇല്ലിക്വിഡിറ്റി കൂടും. ഓക്കെ, ഇതിന്റെ ഒരു ഗ്രാഫും കൂടി നമുക്ക് നോക്കാനുണ്ട്. ഇതാണ് നമ്മൾ പഠിച്ചത് തന്നെയാണ്. അതിന്റെ ആ ഡയറക്ഷൻ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. എക്സ് ആക്സിസിൽ നമ്മൾ എന്തെടുത്തു? ലെവൽ ഓഫ് കറണ്ട് അസറ്റ്സ് എടുത്തു. വൈ ആക്സിസിൽ കോസ്റ്റ് എടുത്തു. ഇനിയും രണ്ട് കർവുകൾ ഉണ്ട്. കോസ്റ്റ് ഓഫ് ലിക്വിഡിറ്റി ഉണ്ട്, കോസ്റ്റ് ഓഫ് ഇല്ലിക്വിഡിറ്റി ഉണ്ട്. കോസ്റ്റ് ഓഫ് ലിക്വിഡിറ്റിക്ക് എന്ത് റിലേഷൻഷിപ്പ് ആണ്? കറണ്ട് അസറ്റ് കൂടുമ്പോൾ കോസ്റ്റ് ഓഫ് ലിക്വിഡിറ്റി കൂടണം. അതായത് കറണ്ട് അസറ്റ് എങ്ങനെ കൂടുന്നത്? ഇവിടെ ഇങ്ങനെ കൂടി ഇവിടെയാണ് ലെവൽ ഓഫ് കറണ്ട് അസറ്റ് എടുക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ കൂടി വരുന്നു. അപ്പൊ മുകളിലേക്ക് കറണ്ട് അസറ്റ് കൂടും തോറും മുകളിലേക്ക് പോണ കർവ് ഏതാണ്? ഇതാണ്. അപ്പൊ അതാണ് ഏത് കർവ്? കോസ്റ്റ് ഓഫ് ലിക്വിഡിറ്റി.
ദെൻ കോസ്റ്റ് ഓഫ് ഇല്ലിക്വിഡിറ്റി എന്താ ഉണ്ടാവുന്നത്? കറണ്ട് നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണുള്ളത്. കറണ്ട് അസറ്റ് കൂടും തോറും കോസ്റ്റ് ഓഫ് ഇല്ലിക്വിഡിറ്റി കുറഞ്ഞാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെയാണ്, അതായത് കറണ്ട് അസറ്റ് കൂടും തോറും കുറയണത് ഈ കർവാണ്. അതിന്റെ പേരാണ് കോസ്റ്റ് ഓഫ് ഇല്ലിക്വിഡിറ്റി. അത് മനസ്സിലായില്ലേ? ഇത് കോസ്റ്റ് ഓഫ് ലിക്വിഡിറ്റി, ഇത് കോസ്റ്റ് ഓഫ് ഇല്ലിക്വിഡിറ്റി. കറണ്ട് അസറ്റ് കൂടും തോറും കൂടുന്നത് കോസ്റ്റ് ഓഫ് ലിക്വിഡിറ്റി, കറണ്ട് അസറ്റ് കൂടും തോറും കുറയുന്നത് കോസ്റ്റ് ഓഫ് ഇല്ലിക്വിഡിറ്റി. അങ്ങനെ ഈ കോസ്റ്റ് ഓഫ് ലിക്വിഡിറ്റിയിലും കോസ്റ്റ് ഓഫ് ഇല്ലിക്വിഡിറ്റിയും നമ്മൾ ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റ് ഇല്ലേ, അതാണ് നമ്മുടെ ഒപ്റ്റിമം ലെവൽ ഓഫ് കറണ്ട് അസറ്റ്. ഇത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇത് രണ്ടും കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് എപ്പോഴും പറയുന്ന ഒരു പേരാണ് ഒപ്റ്റിമം ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന്. അങ്ങനത്തെ ഒരു ഒപ്റ്റിമം ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ രണ്ട് കോമ്പോണൻസ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്: കോസ്റ്റ് ഓഫ് ലിക്വിഡിറ്റി, കോസ്റ്റ് ഓഫ് ഇല്ലിക്വിഡിറ്റി. കോസ്റ്റ് ഓഫ് ലിക്വിഡിറ്റി പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണുള്ളത്. കറണ്ട് അസറ്റ് കൂടും തോറും കോസ്റ്റ് ഓഫ് ലിക്വിഡിറ്റി കൂടും. അപ്പൊ അതുകൊണ്ട് മോളിലേക്ക് പോണ കർവാണ് കോസ്റ്റ് ഓഫ് ലിക്വിഡിറ്റി കർവ്. കോസ്റ്റ് ഓഫ് ഇല്ലിക്വിഡിറ്റിയും കറണ്ട് അസറ്റും തമ്മിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണ്. അപ്പൊ താഴത്തേക്ക് പോണ കർവാണ് കോസ്റ്റ് ഓഫ് ഇല്ലിക്വിഡിറ്റി. അത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റിലുള്ള കറസ്പോണ്ടിങ് ലെവലിനെ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിമം ലെവൽ ഓഫ് കറണ്ട് അസറ്റ്. അപ്പൊ ഈ രീതിയിലാണ് ഒപ്റ്റിമം ലെവൽ ഓഫ് കറണ്ട് അസറ്റ്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു.